ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഉത്ഥിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഉണർന്ന് പ്രശോഭിക്കുക, നിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. യെശയ്യാ 60:1-3 വരെ. പ്രവാസികളായിരുന്ന ഇസ്രായേൽ ജനത്തിന് വലിയ പ്രത്യാശ നൽകിയ ഈ പ്രവാചക വചനം യേശുവിൻ്റെ ഉത്ഥാനത്തോടെയാണ് പൂർത്തിയാകുന്നത്. പഴയ നിയമത്തിൽ ക്രമാനുഗതമായി രൂപം കൊണ്ട ഉത്ഥാന വീക്ഷണം പുതിയ നിയമത്തിൽ യേശു മിശിഹായുടെ ഉത്ഥാനം വഴി പൂർണ്ണ രൂപം പ്രാപിക്കുകയും അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി തീരുകയും ചെയ്തു. ഉത്ഥിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവങ്ങളാണ് ഉത്ഥാനത്തിലുള്ള വിശ്വാസത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന ഒരു പ്രധാന കാര്യം. 4 സുവിശേഷ വിവരണങ്ങളിലും ഉത്ഥാനത്തിൻ്റെ സദ്വാർത്ത ആദ്യം ലഭിക്കുന്നതും ഉത്ഥിതനായ കർത്താവിനെ ആദ്യം കണ്ടുമുട്ടുന്നതും സ്ത്രീകളാണ്. ഉത്ഥിതനായ കർത്താവ് ഈ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഖബറിങ്കൽ യേശു മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള വിവരണത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത്. മറിയത്തോട് യേശുവാണ് ഉത്ഥാന വാർത്ത അറിയിക്കുന്നതും. മറിയത്തിന് യേശുവിനോടുള്ള സ്നേഹതീഷ്ണതയും ഉത്ഥിതനായ കർത്താവുമായുള്ള മറിയത്തിൻ്റെ കണ്ടുമുട്ടലും എത്ര ഹൃദ്യമാണെന്ന് ചിന്തിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. 1 കൊറിന്ത്യോസ് 15:3-8 വരെ. ഉത്ഥിതനായ കർത്താവുമായുള്ള ഈ കണ്ടുമുട്ടലിൻ്റെ അനുഭവം വലിയ സമാധാനവും ആനന്ദവും പ്രത്യാശയും പകരുന്നതാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്നു. മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊറിന്ത്യോസ് 15:14. ഉത്ഥാനത്തിൻ്റെ ചരിത്രപരതയും മറ്റും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതിൻ്റെ രക്ഷാകരമായ ഫലങ്ങൾ അനുഭവിക്കാനും ഉത്ഥിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്ക് വളരാനുമാണ് നാം ശ്രമിക്കേണ്ടത്. മിസ്റ്റിക്കൽ മാർഗത്തിലൂടെയുള്ള തിരുവചന ധ്യാനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ഉത്ഥിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്ക് അനുദിനം നമുക്ക് വളരാവുന്നതാണ്. അതിനായി സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.